ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കാൻ പോവാണ്. ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ആണ് ഒരു പെൺകൊച്ചിന് ഇതൊക്കെ വലിയ കാര്യമാണ്. ഒറ്റയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്നത്, ഒറ്റയ്ക്ക് ഒരു ഹോട്ടൽ റൂം എടുക്കുന്നത്, അതൊക്കെ വലിയ കാര്യമാണ്. അത് എത്രയൊക്കെ മനസ്സിലാവും എനിക്ക് മനസ്സിലാവും. പക്ഷെ പെൺകുട്ടിക്ക് എന്തായാലും മനസ്സിലാവും. നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. But then it was good. It was really good. അങ്ങനെ എംപവറിംഗ് ഒന്നും ഞാൻ വിളിക്കത്തില്ല. I was just relaxing. സ്വന്തമായിട്ട് കട്ടിൽ നല്ല AC ഒക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ട് ഉറങ്ങി പറ്റിയത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്തിനാ സ്ത്രീകൾ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ വളരെ ഒരു ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതിന് എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും വിടാത്തൊന്നുമില്ല. എപ്പോഴും എന്നെ ഷോഫർ ചെയ്യും. അതിപ്പം പൊങ്ങച്ചായിട്ടല്ല ഞാൻ പറയുന്നത്, സാഹചര്യങ്ങളുള്ളത് കൊണ്ടും പിന്നെ പേരൻസിന് അതാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കൊണ്ടും എന്നെ ഇപ്പം എവിടെ പോകണമെങ്കിലും സ്കൂളിലായാലും ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഞാനൊരു റെസിഡൻഷ്യൽ കോളേജായിരുന്നു അണ്ടർഗ്രാഡ് ചെയ്തത്. ഞാൻ ബോംബെയിലായിരുന്നു ടെസ്റ്റിൽ. അപ്പോൾ അവിടെ പിന്നെ എല്ലാവരും ആ സ്ഥലത്തു നിന്ന് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇവിടെ ഒന്നും അല്ലാതെ. പക്ഷെ എൻ്റെ പേരൻസിന് പറ്റുന്നതൊക്കെ അവരെന്നെ ഷോഫർ ചെയ്യാറുണ്ട്. അപ്പം എന്നെ കൊണ്ടാക്കും, വിളിച്ചുകൊണ്ട് വരും. പുറത്ത് പോകുമ്പോഴായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെ കൊണ്ടാക്കി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇത് കൈമപ്പിക്കാൻ വരും. ചില സമയത്തൊക്കെ അമ്മ അവിടെ കിടന്ന് കറങ്ങാറൊക്കെ ഉണ്ട്. സോ ദാറ്റ് അമ്മ അവിടെയൊക്കെ തന്നെ കാണും. അങ്ങനെ അത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരുന്നു. ഞാൻ അധികം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ ഒന്നും ഞാനങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എപ്പോഴും ആരെങ്കിലും ഇങ്ങനെ കൂടെ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരാറുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആക്ച്വലി ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈക്ക് തന്നെ നോക്കി പോയി, സമയം നോക്കി ബസ് പിടിച്ച് പോകാൻ വരെയും എല്ലാം ചെയ്യാൻ പഠിച്ചു. ഇതൊന്നും പഠിക്കേണ്ട ഇതൊക്കെ നമ്മൾ നാച്ചുറലി ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പ്ലേറ്റിൽ ഇതെല്ലാം വെച്ച് തരുമ്പോൾ നമ്മൾ കഴിക്കും. നമുക്ക് ആരും ഭക്ഷണം ഉണ്ടാക്കിയും വെച്ച് തരാനില്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്നെങ്കിൽ മേടിച്ച് കഴിക്കും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കും. ദാറ്റ് ഈസ് ഹൗ വി ലിവ്. എന്നാലും ജീവിക്കാൻ പറ്റൂ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കുറെ പോളിഷ്ഡ്. അപ്പോൾ നാട്ടിലിപ്പോൾ ഒരുപാട് പേരത്തൊക്കെ ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ കൂടിയും ഒറ്റയ്ക്ക് കുറച്ചാൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മുടെ ഉണ്ട് എന്നൊരു ഫീലിങ്ങിൽ ആ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരു പെൺകൊച്ച് കല്യാണം കഴിക്കാതെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്ത് ഒരു പുതിയ രാജ്യത്ത് പോയി ഞാൻ ലോൺ എടുത്ത് ഞാൻ വേറെ രാജ്യത്ത് പോയി താമസിച്ചിട്ട് ഞാൻ ജീവിതം പഠിക്കുക അങ്ങനെയൊന്നും അല്ല. സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ നമുക്ക് ജോലി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ശമ്പളം ഞാൻ തന്നെ മാനേജ് ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി എൻ്റെ ബഡ്ജറ്റിങ് എൻ്റെ നമ്മുടെ ഫൈനാൻസസ് നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു അവയർനെസ് ഉണ്ട്. ഇത് ആൺകുട്ടികൾ എന്തായാലും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഒരുപാട് സ്ത്രീകൾക്ക് ഇത് കിട്ടാത്തൊരു പ്രിവിലേജാണ്. ഇതൊരു പ്രിവിലേജാണ്. പഠിച്ചു കഴിയുമ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ലൈക്ക് വെൻ യു ആർ ഇൻ ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആ മാരേജിൽ ദെയർസ് എ മോർ ഓഫ് give and take എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഈവൻ ഫൈനാൻസസ് ഇസ് നോട്ട് എൻറ്റയർലി ഓൺ യു. ഇറ്റ്സ് ഷെയർഡ് ഫൈനാൻസസ് ഹാഫ് ഓഫ് ദ ടൈം. സോ ഇറ്റ്സ് ഗുഡ് ടു എക്സ്പീരിയൻസ് തിങ്സ് ഓൺ യു ഓൾസോ. യു വിൽ ഹാവ് മോർ ഒരു വിസിബിലിറ്റി വരും. എന്താണ് എൻ്റെ ജീവിതം, ഹൗ ഷുഡ് മൈ ലൈഫ് ലുക്ക് ലൈക്ക്. ഓൾസോ ഒരു ക്ലാരിറ്റി ഓൺ ഹൗ ഐ ഷുഡ് മാനേജ് മൈ തിങ്സ്. ആൻഡ് ദാറ്റ്സ് വെൻ ദ സ്റ്റോറി ടെല്ലിംഗ് ബിക്കംസ് എംപവറിംഗ്. ദാറ്റ്സ് വെൻ യുവർ ലൈഫ് ബിക്കംസ് എംപവറിംഗ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്ന കാര്യം ഞാൻ അത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഒരുപാട് പേരും ഒറ്റയ്ക്ക് ഞാൻ പിന്നെ ടേക്ക് അവേ എടുത്തിട്ട് പോകുന്നതല്ല. ഒരു ക്രൗഡഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോയി, എസ്പെഷ്യലി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോയിരുന്ന് അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു നോക്കണം. ഇറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് ഫീലിംഗ്. ഒന്നെന്ന് വെച്ചാൽ ഇപ്പം എനിക്കറിയാം, ഞാൻ രൂപേച്ചി എൻ്റെ സീനിയർ ആയിരുന്നു. ഐ റെഡ് ഹർ പോസ്റ്റ്
പുള്ളിക്കാരി ഇത് ചെയ്തപ്പോൾ. നാട്ടിൽ ഇത് ഒരിക്കലും ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് വന്ന റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ചില വലിയ ലൈക്ക് ഇഫ് യു ഗോ ടു ലൈക്ക് വലിയ റെസ്റ്റോറൻറ്റ്സ് ഇറ്റ്സ് നോർമൽ. പക്ഷെ അല്ലാതെ ഒരു സാധാ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഇത് ലോട്ട് ഓഫ് സ്റ്റേഴ്സ്. ഇങ്ങനെ ആളുകളെല്ലാം നോക്കും, ഒരു കൊച്ചൊറ്റയ്ക്ക് കഴിക്കുന്നല്ലോ. അത് സഹതാ ചിലയിടത്ത്. ഞാൻ ആദ്യമായിട്ട് നാൻഡോസിൽ ഞാനിവിടെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചാളും നാൻഡോസിൽ. ആ സമയത്ത് ഒരു അമ്മൂമ്മ എപ്പോഴും വരുമായിരുന്നു. അമ്മൂമ്മ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ കഴിക്കാൻ വരുമായിരുന്നു. പുള്ളിക്കാരി എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കഴിക്കും. അപ്പം എനിക്ക് തോന്നുന്നു അയ്യോ പാവം, അയ്യോ അവരുടെ കൂടെ എന്തായാലും കഴിക്കാൻ വരാത്ത, അവരെപ്പോഴും ഒറ്റയ്ക്കാണ്. കൂടുതലും എല്ലാവരും ആരെങ്കിലും ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നാൻഡോസിൽ അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ആരും ഒറ്റയ്ക്ക് വന്നെന്ന് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു സ്ത്രീ മാത്രം സിനിമയ്ക്ക് പോകും, എന്നിട്ട് കഴിക്കാൻ വരും നാൻഡോസിൽ. ഒരു സ്ഥിരം ഒരു കസ്റ്റമർ ആയിരുന്നു അവിടെ. അപ്പം എനിക്ക് ആദ്യമൊക്കെ തോന്നുന്നു അയ്യോ പാവം. പിന്നെ ഞാനത് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. നമുക്ക് നമ്മുടെ കമ്പനി നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു സൂപ്പർ ഫീലിംഗാണ്. അപ്പോൾ ചോദിക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളൊക്കെ ജോലിക്കും സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മമാർ നിൽക്കുന്നില്ല, അത് ഒറ്റയ്ക്ക് നിൽക്കലല്ലേ. പക്ഷേ ഞാനെങ്ങനെ പറയാ, ലൈക്ക് when you go back to home there's no one there. It's not amazing feeling. പക്ഷേ അത് നമ്മളെ പഠിപ്പിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് how I can rely on myself and how I can do things by relying on myself. That's a great learning. ക്ലോക്കിൻ ചെയ്യാൻ സമയം നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം. ഞാൻ എല്ലാം പാക്കൊക്കെ ചെയ്തു. എനിക്കിനി 1 hour കൂടെ ഉണ്ട് ചെക്കൗട്ടിന്. പക്ഷേ ഇറങ്ങുക, വീട്ടിൽ നിന്നൊരു പരിപാടികളുണ്ട്. ഒരു ഉദ്ദേശം എല്ലായിടത്തൊരു വ്ളോഗാണ്. അതുകൊണ്ട് ഇതിനകത്ത് വന്ന എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഈ ലൈറ്റിംഗ് തീരെ മോശമാണ്. നമുക്ക് വേറെ സ്ഥലത്തോട്ട് പിടിക്കാം. And if you enjoyed it, do like it. ഇല്ലേലും ഒരു ലൈക്ക് കൊടുത്തരാം, ഒരു പ്രോത്സാഹനം എന്ന രീതിയിലും you can give me a like. And if you're new to my channel, subscribe. അറിയാലോ, അത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അതുവരെ stay tuned. Also go watch other videos if you're interested. But thank you so much for watching with lots of love, Gauri. Bye.